പ്രവാചകൻ പറഞ്ഞത് അൽ മുഅ്മിനു, ഒരു വിശ്വാസി, അവൻ ഇസ്സുൻ കരീം. അവന്റെ അടയാളം എന്താണ്? ഇസ്സുൻ കരീം. അവൻ മാന്യനായിരിക്കുമെന്നതാണ്. എല്ലാ രംഗത്തും മാന്യത ഉണ്ടാകും ഒരു യഥാർത്ഥ വിശ്വാസി. ഫി അഖ്വാലിഹി വ അഫ്ആലിഹി, അവന്റെ വർത്തമാനത്തിൽ അവന്റെ പ്രവൃത്തിയിൽ ഒക്കെ മാന്യത പുലർത്തും എന്നതാണ്. ഇങ്ങനെ മാന്യത പുലർത്തി ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എങ്കിൽ തികച്ചും അവന്റെ ജീവിതം മാതൃകാപരമായി തീരുക എന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ അറിയുന്ന ഓരോ വാർത്തകൾ, ദിവസവും നമ്മൾ അറിയുന്ന വാർത്തകൾ, ഈ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പേരുകൾ മാത്രം നല്ല നല്ല അർത്ഥമുള്ള നല്ല നല്ല പേരുകൾ ഉള്ള ആളുകളാണ് ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ അകപ്പെടുന്നത്. എല്ലാ രാജ്യത്തും നമ്മൾ അറിയുന്ന ഓരോ വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ കാണുന്നത് നല്ല നല്ല പേരുകളുള്ള ആളുകളാണ്. വളരെ ലജ്ജാകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. നമ്മുടെ ഇപ്പോൾ ഇസ്ലാം വെറുക്കുന്ന സംഗതികൾ പലതും, പിറന്നാളാഘോഷം മുതൽ കല്യാണം, ഇതിന്റെയൊക്കെ ഉദ്ഘാടനം, ഓപ്പണിംഗ് നടക്കുന്നത് മയക്കുമരുന്നുകൾ, മദ്യം, ഇതൊക്കെ കൊണ്ടാണ് ഇതിന്റെ ഓപ്പണിംഗ് നടക്കുന്നത്. ഉദ്ഘാടനം, പിറന്നാളാഘോഷത്തിന്റെ ഉദ്ഘാടനം ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെയുള്ള മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ഈ രംഗത്ത് ഉണരണം. നമ്മുടെ കുട്ടികൾ, നമ്മളെ പുതിയ കണക്കനുസരിച്ച് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ 80% ആണും പെണ്ണും ഇത് ഉപയോഗിക്കുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരും ഉണ്ട് ഇതിൽ നിന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കളും ഇതിൽ നിന്ന് ഒഴിവല്ല. എന്തൊരു സങ്കടകരമായ അവസ്ഥയിലൂടെ പോകണം. അറിയില്ലല്ലോ, ഇത് അറിയാത്ത പല സാധനങ്ങളും ഇന്ന് ഈ സുലഭമായി കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി ഓൺലൈനിലും അല്ലാതെയൊക്കെ ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, അതിന് ഒരു മഹത്വമുണ്ട്. അതൊക്കെ അതെല്ലാം നശിപ്പിച്ച് സ്വന്തം ബാപ്പയെ, സ്വന്തം മുപ്പയെ ഇതിങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ട് ബാപ്പൻ അറിയുന്നില്ല, ഉമ്മ ആരാണെന്ന് അറിയുന്നില്ല, പെങ്ങൾ ആരാണെന്ന് അറിയുന്നില്ല. എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.